ഇതൊരു വീടിൻ്റെ പ്ലാനാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ നിലവിലുള്ളതും ഫസ്റ്റ് ഫ്ലോർ പ്രപ്പോസ്ഡുമാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാതെ ഇതിൻ്റെ ഒരു ഭാഗത്തു കൂടെ ഒരു അൺനോട്ടിഫൈഡ് റോഡ് പോകുന്നുണ്ട്. ഇതിൽ നിന്നുള്ള മിനിമം ഡിസ്റ്റൻസ് 1 മീറ്ററേ നമുക്ക് കിട്ടുന്നുള്ളൂ. 1 മീറ്ററാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കുറച്ച് ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെഡ് ലൈൻ വരുന്ന ഭാഗത്തോടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ പ്രപ്പോസൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്കൂട്ടറിങ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റും അതുപോലെ കവേർഡ് ഏരിയയും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഫുള്ളായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ അല്ല കൊടുക്കേണ്ടത്. ഈ പ്രപ്പോസ്ഡ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ ആണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്കൂട്ടറിങ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൽ വരുന്ന എറർ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ അല്ല കവേർഡ് ഏരിയ ആയിട്ടും അതുപോലെ ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് നോക്കാം. കുറച്ച് ഡ്രോയിങ്ങിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ കെ സ്മാർട്ടിൻ്റെ ലെയർ മെട്രിക്സിൽ സൈഡ് പ്ലാനായിട്ട് ഇങ്ങനൊരു ഭാഗം കാണാം, ഡിക്ലറേഷൻ. ഈ ഒരു ലെറ്ററിങ് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2019 മുമ്പ് നിലവിലുള്ള വീടാണെങ്കിലേ ഉള്ളൂ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സേവ് ചെയ്തിട്ട് സ്കൂട്ടറിങ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്കൂട്ടറിങ് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്.